നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവന് നമ്മുടെ സമ്മതമൊന്നും ആവശ്യമില്ല. അവനിപ്പോ വലിയ ആളല്ലേ, സ്വന്തം കാര്യം തീരുമാനിക്കാനൊക്കെ ശേഷിയുള്ളവനായി. പിന്നെ എന്താ അച്ഛനും അമ്മയും, അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ എന്തു വില? മക്കളെ വളർത്തി വലുതാക്കുന്നതേ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രമാണോ? മക്കൾക്കും അവരുടേതായ സ്വപ്നങ്ങളില്ലേ, ആഗ്രഹങ്ങളില്ലേ? മക്കളെന്ന് പറഞ്ഞാൽ എന്താ, അറുപമാടുകളാണോ? എന്നാ പിന്നെ ജനിക്കുമ്പോ അങ്ങോട്ട് കൊന്നു കളഞ്ഞാ പോരെ? എന്തിനാ വളർത്തിയത്? നിങ്ങൾ ആരും പറയുന്ന പോലെ അല്ല. മനസ്സെന്ന് പറയുന്ന സാധനം എനിക്കുണ്ട്. എനിക്കിഷ്ടമില്ല ഞാൻ അഞ്ജനയെ വിവാഹം കഴിച്ചാൽ നാളെ ഞങ്ങളുടെ ഭാവി ജീവിതം സന്തോഷകരമായിരിക്കുമോ? ആത്മാർത്ഥമായിട്ട് എനിക്ക് അഞ്ജനയെ സ്നേഹിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഞാൻ കാരണം അഞ്ജനയുടെ ജീവിതം കൂടി ദുരന്തമായിപ്പോ. അതുകൊണ്ടാ ഞാൻ എല്ലാം വല്യമ്മയോട് തുറന്നു പറഞ്ഞത്. അഞ്ജനെ, നിന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. അവളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. എന്തായാലും ഇപ്പോഴെങ്കിലും ഈ സത്യമൊക്കെ പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ എന്റെ അഞ്ജനമ്മളുടെ സങ്കടം ഞാൻ കാണേണ്ടി വന്നേനെ. ഇഷ്ടമില്ലാത്തവർ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലത്. നിഖിലെടുത്ത തീരുമാനത്തിൽ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. പക്ഷെ ഇതാദ്യം തന്നെ പറയാമായിരുന്നു. അതിനാദ്യം പറയാൻ സമ്മതിക്കണ്ടേ? അങ്കിൾ കയറി വെല്ലുവിളിച്ചപ്പോ അച്ഛൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വെട്ടാനും വെല്ലുവിളിക്കാനും ഉള്ളതാണോ എന്റെ ലൈഫ്? ജീവിതം ഒന്നേ ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടൊപ്പം തന്നെ ജീവിച്ചു തീർക്കണം. ഇല്ലെങ്കിൽ മരിക്കുന്നത് നല്ലത്. ശരി, അഞ്ജനെ വിവാഹം കഴിക്കാൻ നിനക്ക് ഇഷ്ടമല്ല, സമ്മതിച്ചു. നിന്റെ മനസ്സിലാരാ ഉള്ളത്? നീ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാ? ഈശ്വര, നിഖിൽ ഇപ്പൊ എന്റെ പേരെങ്ങാനും പറഞ്ഞ ആകെ കുഴപ്പത്തിലാവും. ഈ വീട്ടിൽ മറ്റൊരു ഭൂകമ്പം ഉണ്ടാവും. പറടാ, ഏതവളാ നിന്റെ മനസ്സിലുള്ളത്? അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച കല്യാണം മുടക്കിയിട്ട് നീ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച പെണ്ണേതാ? ഞങ്ങളുടെ മരുമകൾ ആരാണെന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് അറിയണമല്ലോ. മരുമകളോ? മിണ്ടിപ്പോരുത് നീ. ഇങ്ങനെയൊരു മകൻ നമുക്കില്ല. ഇവനുമായി നമുക്കിനി യാതൊരു ബന്ധവുമില്ല. പിന്നെയാണ് മരുമകള്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ടതീ. നീ ഇത്രയ്ക്കൊന്നും അവനെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു. അവൻ ഇഷ്ടമുള്ള പെൺകുട്ടിയെ അവൻ കല്യാണം കഴിക്കട്ടെ. അഞ്ജന മോളുടെ വിഷമം സാവധാനം മാറിക്കോളൂ. ഇവന്റെ കല്യാണമല്ല ഇപ്പോഴിവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഏട്ടത്തി ജയിലിൽ പോയതാ. ഏട്ടത്തിയെ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ഇവൻ അവിടെ പോയി ഇക്കാര്യം പറയുന്നത്. നമ്മൾ ഇവന് വേണ്ടി തീരുമാനിച്ചിരുന്നത് അഞ്ജനയായിരുന്നില്ലേ? ഇനി മറ്റൊരു പെൺകുട്ടിയെയും മരുമകളായി ഞങ്ങൾ സ്വീകരിക്കില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ. അതാരാണെന്ന് ഈ വീട്ടിലുള്ളവരും കൂടി അറിയണ്ടേ? പറ നിഖിലേ, ആ പെൺകുട്ടി ആരാ? ഈ കുടുംബത്തിന് ചേരുന്ന കുട്ടിയാണോന്ന് ഞങ്ങൾക്കും കൂടി അറിയണം. അയ്യോ, സത്യം പറടാ, ഏത് പെണ്ണ നിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്? നിങ്ങളുടെ മോള് തന്നെ അങ്കിളെ. ഈ സത്യം ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ പറയുന്നില്ല. എന്താണ് നീ മിണ്ടാത്തത്? ചോദിച്ചു കേട്ടില്ലേ? എന്തിനായി ചോദിക്കുന്നത്? അവന് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കട്ടെ. പക്ഷെ അവളെയും കൊണ്ട് മരുവത്തൂരിലേക്ക് വരാന്ന് നീ വിചാരിക്കണ്ട. സമ്മതിക്കില്ല.
തൽക്കാലം ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? അത് പറയാനുള്ള സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ എല്ലാവരും അറിയിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവളെ വിവാഹം കഴിച്ചിരിക്കും. എന്നാലും ആരായിരിക്കും പെണ്ണ്? ഇനി ശ്രേയങ്ങനെ ആയിരിക്കോ? എങ്കി ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. മരുവത്തൂർ വീട് ഇവർ ഇളക്കി മറിക്കും. എന്തായാലും എന്റെ അനിയത്തി രക്ഷപ്പെട്ടു. മോളെ, ഈ കല്യാണം മുടങ്ങിയതോർത്ത് മോള് വിഷമിക്കണ്ട. എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിച്ചാ മതി. സത്യത്തിൽ ഇങ്ങനെ കാലു മാറുന്ന ഒരുത്തനെ കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലത്. എന്താ മോളെ, ഈ കല്യാണം മുടങ്ങിയിട്ട് നിനക്കൊരു വിഷമമില്ലേ? നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? കല്യാണം മുടങ്ങിയതിൽ സന്തോഷിക്കുന്നോ? അപ്പൊ ഇഷ്ടമില്ലാതെയാണോ നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ. ആ, എനിക്കത് മതി. ഞാനേ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അവിടെ ഇനി എന്തായി കാണുമോ എന്തോ. നന്നായിട്ട് കിട്ടി അല്ലേ? ആ, കിട്ടി, തരക്കേടില്ല. നിന്റെ കയ്യിലിരിപ്പിന് ഇതല്ല കിട്ടേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു സമയം വരുമ്പോൾ ഞാൻ അറിയിക്കാം.